റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സുപ്രധാന നീക്കവുമായി യുഎസ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി റിയാദിൽ യുഎസ് ഉദ്യോഗസ്ഥരും റഷ്യൻ പ്രതിനിധികളും കൂടിക്കാഴ്ച നടത്തി. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ് എന്നിവരാണ് റഷ്യൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയത്. യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായാൽ റഷ്യയ്ക്കുമേൽ യുഎസ് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറപ്പു നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സൗദിയിൽ നടക്കുന്ന ചർച്ചയിലേക്ക് യുക്രൈനെ ക്ഷണിച്ചിട്ടില്ലെന്ന് പ്രസിഡന്റ് വളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചു. കടലാസിൽ മാത്രമായി സുരക്ഷാ വാഗ്ദാനങ്ങൾ ഒതുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ആഴ്ച താൻ സൗദി സന്ദർശനം നടത്തുന്നുണ്ടെന്നും റഷ്യയുമായുള്ള ചർച്ചയ്ക്കില്ലെന്നും സെലൻസ്കി അറിയിച്ചു. സൗദി പ്രതിനിധികളുമായിട്ടായിരിക്കും ചർച്ച. യൂറോപ്യൻ സഖ്യകക്ഷികളെ മാറ്റി നിർത്തിയാണ് ട്രംപ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള നീക്കവുമായി മുന്നോട്ടു പോകുന്നതെന്നാണ് ശ്രദ്ധേയം. യുക്രൈന്റെ പ്രകൃതി വിഭവങ്ങൾ സ്വന്തമാക്കാനായി യുഎസ് ശ്രമിക്കുന്നുണ്ടെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈന്റെ ധാതു സമ്പത്തിന്റെ 50% തങ്ങളുടെ വരുതിയിലാക്കുവാനാണ് യുഎസിന്റെ ശ്രമം. റഷ്യ അമേരിക്ക നയതന്ത്ര ഉഭയകക്ഷി ബന്ധം ഊഷ്മളമാക്കുന്നതിനായി ഒരു റഷ്യൻ തടവുകാരനെ യുഎസ് മോചിപ്പിക്കുകയും ചെയ്തു.